ഹലോ, ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് അഗ്നി എന്ന് പറയുന്ന സിതാര എസിൻ്റെ ഒരു വർക്കാണ്. ഒരു ചെറിയ ചാപ്റ്ററാണ്. വളരെ വളരെ വലിയൊരു അനുഭവമുള്ള ഒരു സ്ത്രീയുടെ കഥയാണ് ഇതിലൂടെ പറയുന്നത്. സിതാര എസ് ഷി വാസ് ബോൺ ഇൻ കാരഡുക്ക, കാസർഗോഡ് ജില്ലയിലെ കാരഡുക്ക എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ജനിച്ചത്. 1972 അവർ ജനിച്ചത്. ഓക്കെ, ഷീസ് എ മലയാളം ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആൻഡ് ട്രാൻസ്ലേറ്റർ ഓഫ് റെപ്യൂട്ട്. അവരുടെ ഷോർട്ട് സ്റ്റോറീസാണ് അഗ്നിയും കഥകളും 2000 പബ്ലിഷ് ചെയ്തത്. വേഷപ്പകർച്ച 2002, നൃത്തശാല 2003, ഇടം 2007. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ വർക്കുകൾ. ഷീ റൈറ്റ്സ് അബൌട്ട് വിമൻസ് റോൾസ് ആസ് അൺഈക്വൽ ടു ദോസ് ഓഫ് മെൻ എന്ന്. സ്ത്രീകളുടെ റോൾ എന്ന് പറയുന്നത്, പങ്ക് എന്ന് പറയുന്നത്, അത് പുരുഷന്മാർക്ക് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളാണ് എന്ന് അവർ പറയാണ്. പ്രത്യേകിച്ച് പെർട്ടിക്കുലർലി ഇൻ റിഗാർഡ്സ് ടു സ്റ്റാറ്റസ്, പ്രിവിലേജ് ആൻഡ് പവർ ആൻഡ് സെൻറ്റർ ഓൺ കൺസേൺസ് ഓഫ് സെക്ഷുവാലിറ്റി ആൻഡ് പട്രിയാർക്കി. അവരുടെ സെക്ഷുവാലിറ്റിയുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ പട്രിയാർക്കിയുമായി ബന്ധപ്പെട്ട് ഒന്ന് നോക്കുകയാണെങ്കിൽ അവരുടെ സ്റ്റാറ്റസ്, അവരുടെ പ്രിവിലേജ്, അവരുടെ പവർ, ഇതൊക്കെ എന്താണ്, അത് സ്ത്രീകളുടേത് ഒരിക്കലും പുരുഷന്മാരുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റാത്ത അത്തരം റോളാണ് എന്ന് ഇവർ പറയും. അപ്പം നമുക്ക് ഈ കഥയിലേക്കൊന്ന് നോക്കാം. സിതാര ഈസ് എൻ എക്സ്ട്രോർഡിനറി ഷോർട്ട് സ്റ്റോറി. അവരുടെ എക്സ്ട്രോർഡിനറി ഷോർട്ട് സ്റ്റോറിയാണ് ഫയർ. ഫയർ എന്ന് പറഞ്ഞാൽ അഗ്നിയാണ്. സിതാര എസിൻ്റെ അഗ്നി എന്ന് പറയുന്ന സ്റ്റോറിയാണ് ഫയർ എന്ന് പറയുന്നത്. മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതാണ് അഗ്നി എന്ന് പറയുന്നത് കേട്ടോ. ഇറ്റ് ഡെപിക്സ് ദ സ്റ്റോറി ഓഫ് എ ഗേൾ ഗ്യാങ് റേപ്ഡ് ബൈ 3 men. 3 പേരാണ് അവരെ റേപ്പ് ചെയ്യുന്നത്. അതിൽ 3 പേരെയും പറയുന്നുണ്ട്. ഒന്ന് സഞ്ജീവ് എന്ന് പറഞ്ഞാൽ, ഹീസ് എ ബേർലി ഫെലോ ഹു റാൻ എ ടെലിഫോൺ ബൂത്ത് നിയർ ഹർ ഓഫീസ് എന്നുള്ളത്. അവർ ഓഫീസിൻ്റെ തൊട്ടടുത്ത് ഒരു ടെലിഫോൺ ബൂത്ത് നടത്തിയിരുന്ന ഒരു ചങ്ങായിയാണ് സഞ്ജീവ്. അടുത്തത് രവിയാണ്. രവി എന്ന് പറഞ്ഞ ഒരുത്തൻ. മൂന്നാമത്തത് സ്ട്രിപ്ലിംഗ് എന്നാണ്. സ്ട്രിപ്ലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബാലനാണ്, മീശ മുളച്ച് വരുന്ന ഒരു ബാലൻ, ഒരു പൈസക്കാരൻ്റെ മകനാണ്, സ്പോയിൽഡ് ആയിട്ടുള്ള ചൈൽഡ്. അങ്ങനെ ഈ 3 പേരുമാണ് നമ്മുടെ ഈ കഥാനായികയെ, നമ്മുടെ സ്പീക്കറെ റേപ്പ് ചെയ്തിരിക്കുന്നത്, സിതാര. ഓക്കെ, യെസ്. ദ സ്റ്റോറി ഒറിജിനലി റിട്ടൺ ഇൻ മലയാളം, ട്രാൻസ്ലേറ്റഡ് ബൈ RK ജയശ്രീ. RK ജയശ്രീയാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് ഒരു ഷോർട്ട് ഫിലിം ആക്കിയിട്ടുണ്ട്. പ്രിയ, ഇതിൻ്റെ പ്രൊട്ടാഗണിസ്റ്റിൻ്റെ പേര് പ്രിയ എന്നാണ്. പ്രിയ, അതിലെ കഥാനായിക, അവരാണ് റേപ്പ് ചെയ്യപ്പെടുന്നത്. ദ പ്രൊട്ടാഗണിസ്റ്റ് ഓഫ് ഫയർ ഡസ് നോട്ട് വിഷ് ടു ബി ട്രീറ്റഡ് വിത്ത് സിമ്പതി ആൻഡ് റിമെയിൻ ലൈക്ക് എ വിക്ടിം. ഇവർ ജോലി കഴിഞ്ഞ് പോകുന്ന സമയത്ത് അവരെ 3 പേരും, ഈ പറഞ്ഞ 3 പേരും കൂടിയിട്ടാണ് റേപ്പ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ വിക്റ്റിമായിട്ട് അവിടെ അതിനെ നേരിട്ട് പ്രതികരിക്കാനോ അതിൻ്റെ ഒരു വിക്റ്റിമാവാനോ അവർ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. മറിച്ച് വേറിട്ട രൂപത്തിലൊരു പ്രതികാരം ചെയ്യുകയാണ് നമ്മുടെ വിക്റ്റിം ചെയ്യുന്നത്, പ്രിയ ചെയ്യുന്നത്. ഹെർ സ്മോൾ ട്രയംസ് ഇൻ ദ ഫോം ഓഫ് ക്വസ്റ്റ്യനിങ് മസ്കുലിനിറ്റി ഗിവ് ഹെർ ഗ്രേറ്റ് സാറ്റിസ്ഫാക്ഷൻ. ഇൻ ആൻ ഇൻ്റർവ്യൂ ഗിവൺ ടു സംയുക്ത ജേർണൽ, സിതാര ഷെയർഡ് ഹെർ വ്യൂസ്. അപ്പോൾ അവരുടെ കാഴ്ചപ്പാട് എന്താണ്, ഈ വയലൻസ്, ഈ റേപ്പിനോട് ഉള്ള അവരുടെ കാഴ്ചപ്പാട് അവർ പറയും. വയലൻസ് അഗെയിൻസ്റ്റ് വിമൻ ഈസ് ഓൺ ദ ഇൻക്രീസ് നൗ. വൺസ് വെൻ ഐ വാസ് writing with moral indignation at the situation, the image of a girl came to my mind, a girl who in her special way takes vengeance upon her violators. That's how fire broke out. അങ്ങനെയാണ് ഫയർ ഉണ്ടാകുന്നത്. ഒരു പ്രതികാരമാണ് അതിൽ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് ആ കഥയിലേക്ക് പോകാം. ഇൻ അഗ്നി ബൈ സിതാര എസ്, പ്രിയ ഹു ഈസ് ഗ്യാങ് റേപ്ഡ് ബൈ സഞ്ജീവ്, രവി ആൻഡ് ദ സ്ട്രിപ്ലിംഗ്. ഈ 3 പേരുമാണ് ഇവരെ റേപ്പ് ചെയ്യുന്നത്.
She feels she feels she is the most humiliated woman on earth. അതായത് ആകെ തകർന്ന തരിപ്പണമായ ഒരവസ്ഥയിലാണ് അവർ ഉണ്ടായിരുന്നത്. ഈ 3 പേരും കൂടി അവരെ റേപ്പ് ചെയ്ത സമയത്ത്. ഓക്കെ, someone has even taken the claim of her menstrual blood എന്നുള്ളതാണ്. അപ്പോൾ ഈ റേപ്പ് ചെയ്യുന്ന സമയത്ത് അവരുടെ മെൻസ്ട്രൽ ബ്ലഡ് വരെ അവർ എടുത്ത് മാറ്റിയിട്ടാണ് അവർ റേപ്പ് ചെയ്യുന്നത്. which hitherto had solely been her own. Though she felt she has become the most dispossessed woman, she goes to the office as usual. പക്ഷേ പിറ്റേന്ന് അവർ തലേന്ന് റേപ്പ് ചെയ്യപ്പെട്ടു. തലേന്ന് രാത്രി വീട്ടിലേക്ക് പോയി. പിറ്റേന്ന് അവരൊന്നും അറിയാത്തതുപോലെ വീണ്ടും ഓഫീസിലേക്ക് പോവുക. അങ്ങനെ ആ ഓഫീസിലേക്ക് പോയ സമയത്ത് ഷീ മീറ്റ്സ് ദ സെയിം പേഴ്സൺസ് who raped her. She happens to meet the ones who raped her the other day. They warn her not to disclose anything to anyone and that they won't mind killing her and her people. അങ്ങനെ അവരെന്ത് ചെയ്യാണ്, അവർ ത്രട്ടൻ ചെയ്യാണ്. പ്രത്യേകിച്ച് രവിയാണ് ത്രട്ടൻ ചെയ്യുന്നത്. നീ എങ്ങാനത് പുറത്തേക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെയും നിൻ്റെ കുടുംബത്തെയും കൊന്നുകളയും എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുക. The volley of abusive words was followed by a query by സഞ്ജീവും അതുപോലെ തന്നെ വളരെ മോശം വാക്കുകൾ ഉപയോഗിക്കുന്നു. ഓക്കെ, സഞ്ജീവാണ് ആദ്യമായിട്ട് ഇവരെ റേപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു, ഹൗ ഡിഡ് ഇറ്റ് ഫീൽ യെസ്റ്റർഡേ എന്നുള്ള രൂപത്തിലൊക്കെ ആയിരുന്നു സഞ്ജീവ് ചോദിച്ചിരുന്നത് അവർ ഈ പിറ്റേത് ചെന്ന സമയത്ത്. ഹിസ് സ്മൈലിംഗ് ഫേസ് ഡാർക്കൺഡ് ഇൻ ടു എ സ്കൗൾ വിത്ത് ഹെർ അൺഎക്സ്പെക്റ്റഡ് റിപ്ലൈ. പക്ഷേ ആ സഞ്ജീവിനോട് വളരെ വിചിത്രമായിട്ടുള്ളൊരു മറുപടിയാണ് അവൾ പറഞ്ഞത്. യു വർ സിംപ്ലി നോട്ട് അപ് ടു ദ മാർക്ക്. യു ഡോണ്ട് പാക്ക് ഇനഫ് പഞ്ച് എന്നുള്ളതാണ്. നിനക്കൊന്നും അതിന് കഴിയില്ല. അതായത് ഒരു സ്ത്രീയെ സന്തോഷിപ്പിക്കാൻ നിനക്ക് കഴിയില്ല എന്നുള്ള രൂപത്തിലുള്ള മറുപടിയാണ് അവർ കൊടുത്തത്. ഐ ഡോണ്ട് തിങ്ക് യു വിൽ എവർ ബി ഏബിൾ ടു സാറ്റിസ്ഫൈ എ വുമൺ. അപ്പം തീരെ പ്രതീക്ഷിക്കാത്ത ഒരു മറുപടിയാണ്. ഓക്കെ, അവരോട് നേരിട്ട് കയർത്ത് സംസാരിക്കാതെ, നേരിട്ട് പ്രതികരിക്കാതെ ഈ രൂപത്തിലാണ് അവർ പ്രതികരിച്ചത്. നിനക്കൊന്നും ഒരു സ്ത്രീയെ സന്തോഷിപ്പിക്കാനുള്ള ഒരു അർഹതയില്ല, അതിന് കഴിവില്ല എന്നുള്ള രൂപത്തിൽ സംസാരിച്ചു. ദെൻ ഷീ ടേൺഡ് ടുവാർഡ്സ് രവി. അതിനുശേഷം രവീൻ്റെ അടുത്തേക്ക് പോയി. ബട്ട് ഐ ലൈക്ക്ഡ് യു വെരി മച്ച്. രവിയോട് പറഞ്ഞു, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമായി, നിൻ്റെ പ്രകടനം കൊള്ളാമായിരുന്നു എന്നുള്ള രൂപത്തിൽ സംസാരിച്ചു. അപ്പം യു ആർ എ റിയൽ മാൻ, അങ്ങനെയാണ് പറഞ്ഞത്. യു ആർ എ റിയൽ മാൻ, ടച്ചിങ് ഹിസ് ചീക്ക് ലൈക്ലി വൺസ് ആൻഡ് ലുക്കിംഗ് ഫ്രം വൺ ഫേസ് ടു ദ അതർ. അങ്ങനെ മെല്ലെ അദ്ദേഹത്തിൻ്റെ രവിയുടെ കവിളിലൊന്ന് തൊട്ടുകൊണ്ട് നീ ഉഷാറായിരുന്നു കേട്ടോ എന്നുള്ള രൂപത്തിൽ സംസാരിച്ചു. ബോത്ത് ഓഫ് വിച്ച് വർ ഫുൾ ഓഫ് സസ്പീഷൻ ആൻഡ് കോൺസ്റ്റർനേഷൻ. ഷീ ക്ലൈംബ്ഡ് ദ സ്റ്റെപ്സ് ആൻഡ് വാക്ക്ഡ് അവേ. അങ്ങനെ അപ്പോൾ ആകെ അവർ ആശ്ചര്യപ്പെട്ടു പോയി, ഇതെന്താണ് ഇവൾ പറഞ്ഞത് എന്നുള്ളത് കാര്യങ്ങളൊന്നും പിടികിട്ടിയില്ല. അങ്ങനെ ദിസ് ബിഫിറ്റിംഗ് റിപ്ലൈ ഇൻ ഫാക്ട് ക്വസ്റ്റ്യൻസ് ആൻഡ് റിഡിക്യൂൾസ് ദ മാസ്കുലിനിറ്റി ഓഫ് സഞ്ജീവ്. അപ്പോൾ ഇത് സഞ്ജീവിൻ്റെ ഒരു പൗരുഷത്തെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു പെട്ടെന്നുള്ള ഒരു അടിയായിട്ട് മാറുകയാണ്. ഓക്കെ, നിനക്കൊന്നും ഒരു പെണ്ണിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റൂല എന്ന് പറയുമ്പോൾ സഞ്ജീവിനുണ്ടാവുന്ന ഒരു അവഹേളന മാത്രമല്ല, അവർ തമ്മിൽ തന്നെ ഒരു പ്രശ്നങ്ങളുണ്ട്. അവിടെ സഞ്ജീവ് മോശക്കാരനാണ്, രവി കൊള്ളാം എന്നുള്ള ആ ഒരു വിടവ് അവിടെ വന്നു. അങ്ങനെയാണ് ഈ പ്രിയ അവരെ പ്രതിരോധിക്കുന്നത്, അവരോട് അതിന് പകരം വീട്ടുന്നു. പ്രിയ subverts all the expected reactions of a rape victim. അങ്ങനെ പ്രിയ subverts all the expected reactions contrary to the expectations of the conservative society and the inquisitive readers. Priya does not think of committing suicide. സാധാരണ ഒരു റേപ്പ് ചെയ്യപ്പെട്ട സ്ത്രീ ചെയ്യുന്നത് എന്താണ്? പെട്ടെന്ന് തന്നെ സൂയിസൈഡ് ചെയ്യുക എന്നുള്ളതാണ്. There is not even a strain of depression making her confined to the corner of the house. The typical woman in this situation should think about suicide. സാധാരണ ഉള്ള സ്ത്രീകളൊക്കെ വേഗം സൂയിസൈഡ് ചെയ്യുക. പക്ഷേ പ്രിയ അവിടെയാണ് വ്യത്യസ്തമാവുന്നത്. The next week Priya goes every day to Sanjeev's booth to make phone calls. She calls up all her friends whose numbers she knows and talks to them, watching in a spirit of revenge. അങ്ങനെ അവരെല്ലാവരോടും സംസാരിക്കുന്നു. ദ ഫീലിംഗ് ഓഫ് ഇൻഫീരിയോറിറ്റി ക്രീപ്പിംഗ് ഓവർ ഹിസ് ഫേസ് എവറി ടൈം ഹി സോ ഹർ. അങ്ങനെ അവർ കാണുന്ന സമയത്തൊക്കെ ഒരു ഫീലിംഗ് ഓഫ് ഇൻഫീരിയോറിറ്റിയാണ് അവർക്ക് വരുന്നത്.
And each time she reminds herself that there is nothing that gives greater satisfaction than small triumphs. അത് ചെറിയ ചെറിയ വിജയങ്ങളെക്കാൾ അവർക്ക് കൂടുതലായിട്ട് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്നത് ഒന്നുമില്ല. Priya tries to find happiness in small and simple ways by humiliating Sanjeev and രവി. ഇപ്പോൾ രവിയെയും സഞ്ജീവിനെയും ഒക്കെ ഹ്യൂമിലിയേറ്റ് ചെയ്തുകൊണ്ട്, വളരെ മോശക്കാരായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് അവിടെയാണ് ഈ പ്രിയ വിജയിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. യെസ്, ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഹു വാസ് സഞ്ജീവ് എംപ്ലോയിഡ് ആസ്? വാട്ട് വാസ് സഞ്ജീവ് എംപ്ലോയിഡ് ആസ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിനുള്ള ആൻസർ നമുക്ക് പേജ് നമ്പർ 125, പേജ് നമ്പർ 125 ഫസ്റ്റ് പാരഗ്രാഫിൽ കാണാം. ഫസ്റ്റ് പാരഗ്രാഫ്: സഞ്ജീവ്, എ ബേളി ഫെലോ ഹു റാൻ എ ടെലഫോൺ ബൂത്ത് നിയർ ഹെർ ഓഫീസ്. അവിടെ ഓഫീസിൻ്റെ, ഈ പ്രിയ വർക്ക് ചെയ്യുന്ന ഓഫീസിൻ്റെ തൊട്ടടുത്ത് ഒരു ടെലഫോൺ ബൂത്ത് നടത്തിയിരുന്ന ആളാണ് സഞ്ജീവ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്: വാട്ട് വാസ് രവീസ് ത്രെറ്റ് ടു പ്രിയ ഓൺ ദ മോർണിംഗ് ആഫ്റ്റർ ഹി റേപ്ഡ് ഹർ? അപ്പോൾ അതിൻ്റെ ആൻസറും ഉണ്ട്. അതിൻ്റെ ആൻസർ പേജ് നമ്പർ 127 ഇതാ, ഒരു 1, 2, 3, 4, 5-ാമത്തെ പാരഗ്രാഫിൽ. ഓക്കെ, കീപ് യുവർ മൗത്ത് ഷട്ട് അല്ലേ, ആൻഡ് വി വിൽ ഫിനിഷ് യു ഓഫ് ഇഫ് യു ടോക്ക് ടു സമ്മൺ. എൻ്റെ വായ പൂട്ടിക്കോ, ആരോടെങ്കിലും പറയുകയാണെങ്കിൽ എന്നെ കൊന്നുകളയും എന്നാണ് പറയുന്നത്. ഫിനിഷ് യു ഓഫ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: ഹൂ ഓൾ ട്രൈഡ് ടു റേപ്പ് പ്രിയ? ഹൂ ഓൾ ട്രൈഡ് ടു റേപ്പ് പ്രിയ എന്നുള്ളതാണ് ചോദ്യം. മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഒന്ന് സഞ്ജീവ്, രണ്ടാമത്തത് രവി. സഞ്ജീവ് ഉണ്ട്, രവി ഉണ്ട്. സ്ട്രിപ്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ബാലനുണ്ട്. ആ ബാലൻ്റെ പേര് പറയുന്നത് യുവർ ലവ് ഈസ് മൈ റിവെഞ്ച്. ഹു സെഡ് ദിസ്? അത് പ്രിയയാണ് പറയുന്നത്. യുവർ ലവ് ഈസ് മൈ റിവെഞ്ച്. അടുത്തത്: ഹു ആർ ദ 3 men സ്റ്റാൻഡിങ് ഓൺ ദ റോഡ് ഇൻ ദ ഡാർക്ക്നെസ്? ഇവർ തന്നെയാണ്, സഞ്ജീവ്, അതുപോലെ തന്നെ രവി ആൻഡ് സ്ട്രിപ്ലിംഗ്. ഈ 3 പേരുമാണ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നത്. വെൻ ഡിഡ് പ്രിയ ഫീൽ ദാറ്റ് ഷീ ഈസ് ദ മോസ്റ്റ് ഡിസ്പൊസസ്ഡ് വുമൺ ഓൺ എർത്ത്? അത് നമുക്ക് പേജ് നമ്പർ 126 ചുടി മുകളിലായിട്ട് ഇങ്ങനെ പറയും: When Ravi's body moved pantingly over her own, she felt she was coming apart like a wooden contraption, all whose screws had come loose. The most dispossessed woman on earth. അതിൽ രണ്ടാമത്തെ പാരഗ്രാഫിലാണ്. അതായത് അവളുടെ രവി അവളെ റേപ്പ് ചെയ്ത സമയത്ത് അവളുടെ ശരീരത്തിലുള്ള അവയവങ്ങളൊക്കെ ഊരിപ്പോരുന്നത് പോലെ അവൾക്ക് ഫീൽ ചെയ്തു. അങ്ങനെയാണ് ഷീ ഫെൽറ്റ് ആസ് ഷീ ലോസ്റ്റ് ഓൾ ഷീ ഹാഡ് പൊസസ്ഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പോയം. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നോക്കണം കേട്ടോ നിങ്ങൾ, എന്നാലേ നമുക്ക് എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ചാപ്റ്റർ നല്ലോണം വായിക്കാം. ഈ ചാപ്റ്റർ വായിച്ച് മനസ്സിലാക്കുക. സിമ്പിൾ ചാപ്റ്ററാണ് കേട്ടോ, മനസ്സിലാക്കുക. എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.